പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തിങ്കളാഴ്ചയാണ്. നാം നമ്മുടെ കർമ്മപഥങ്ങളിലേക്ക്, ജോലി മേഖലകളിലേക്കൊക്കെ കാലെടുത്ത് വയ്ക്കുമ്പോൾ ദൈവവചനത്താൽ നിറയണം, പ്രാർത്ഥനയുണ്ടാവണം. അങ്ങനെ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള ശക്തി കർത്താവ് ദൈവവചനത്തിൽ തന്നിരിക്കും. യാതൊരു സംശയമില്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നേ. അതിൻ്റെ ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ഇന്ന് പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വചനമാണ്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വചനം. The letter of Saint Paul to the Galatians, chapter 6, verse 1. അതിങ്ങനെയാണ് പറയുന്നത്: സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ, ആ സ്വഭാവ സവിശേഷത നമുക്കുണ്ടാവണം. ആത്മീയത കൈവിടരുത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. അങ്ങനെയുള്ളപ്പോൾ ഒരുവനെ നമുക്ക് ആത്മീയതയിൽ നിന്ന് സൗമ്യതയിൽ നമുക്കവനെ പറഞ്ഞു മനസ്സിലാക്കുവാൻ സാധിക്കും, അവനെ തെറ്റിൽ നിന്ന് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിതം, നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു നല്ല ആത്മീയതയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം. കർത്താവ് പറയുന്നില്ലേ, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന വ്യക്തികളായി, അതായത് നമ്മിൽ ഒരു ആത്മീയ സ്വഭാവ സവിശേഷത, സൗമ്യതയുള്ള സ്വഭാവ സവിശേഷത ഉണ്ടാവണം. അപ്പം സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിൽ അകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അപ്പോൾ അതിനൊരു വശമുണ്ട്. നാം പ്രലോഭിതരാകാതിരിക്കാൻ ദൈവത്തോട് ചേർന്ന് നിന്നേ മതിയാവും, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മിൽ ഒരാത്മീയത ഉണ്ടാവണം, സൗമ്യത എന്ന സ്വഭാവ സവിശേഷതയും ഉണ്ടാവണം. മൈ ഫ്രണ്ട്സ്, ഇഫ് anyone detected in a transgression, you who have received Spirit should restore such a one in a spirit of gentleness. Take care that you yourselves are not tempted. നാമും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പം വളരെ ശ്രദ്ധയോടെ നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പ്രലോഭിതരാകാതെ സൗമ്യതയുള്ള, ആത്മീയതയുള്ള ഒരു വ്യക്തിയായി ഞാനും മാറട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, കർത്താവെ, ആത്മീയത ഞങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, സൗമ്യതയുള്ള ഒരു സ്വഭാവം എന്നിൽ നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്. ആമേൻ.